നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അന്വേഷണം കോടതിയുടെ നിരീക്ഷണത്തിലാക്കണമെന്ന ഡ്രൈവർ യദുവിന്റെ ഹർജി തള്ളി. തിരുവനന്തപുരം 3ാം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഹർജി തള്ളിയത്. അന്വേഷണം ശരിയായ ദിശയിലാണോ മുന്നോട്ട് പോകുന്നതെന്ന സർക്കാർ വാദം അംഗീകരിച്ചാണ് ഹർജി തള്ളിയത്. തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും KSRTC ഡ്രൈവർ യദുവുമായുള്ള തർക്കത്തിൽ ആര്യയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താൻ പോലീസ് കോടതിയിൽ അപേക്ഷ നൽകി മൊഴിയെടുത്തിരുന്നു. തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് മുമ്പാകെയാണ് കന്റോൺമെന്റ് പോലീസ് ക്രിമിനൽ നടപടിക്രമത്തിലെ വകുപ്പ് 164 പ്രകാരം സാക്ഷി എന്ന് അവകാശപ്പെടുന്ന ആര്യ രാജേന്ദ്രന്റെ രഹസ്യമൊഴിയെടുക്കാൻ അപേക്ഷ നൽകിയത്. ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് മുന്നിൽ മൊഴി രേഖപ്പെടുത്തണമെന്നാണ് പോലീസിന്റെ ആവശ്യം. ഡ്രൈവർക്കെതിരായ ലൈംഗിക അധിക്ഷേപ കേസിലാണ് രഹസ്യമൊഴിയെടുക്കുന്നത്. കോടതിയിൽ കന്റോൺമെന്റ് പോലീസാണ് അപേക്ഷ നൽകിയത്. ഡ്രൈവർ അശ്ലീല ആംഗ്യം കാണിച്ചതാണ് പ്രശ്നത്തിന് തുടക്കമെന്നായിരുന്നു മേയർ ആര്യ രാജേന്ദ്രൻ ആരോപിച്ചത്. പിന്നാലെ പരാതിയും നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. സംഭവ ദിവസം രാത്രി തന്നെ മേയർ നടത്തിയ പരാതിയിൽ ഡ്രൈവറെ അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചിരുന്നു. KSRTC ഡ്രൈവർ യദു കോടതിയെ സമീപിച്ചതിന് പിന്നാലെയാണ് മേയർക്കും ഭർത്താവ് സച്ചിൻ ദേവ് MLAക്കുമെതിരെ കേസെടുക്കാൻ കോടതി നിർദ്ദേശിച്ചിരുന്നത്. അതേസമയം KSRTC ബസ്സിലെ മെമ്മറി കാർഡ് കാണാതായ കേസിലും ഊർജിതമായ അന്വേഷണം നടന്നുവരികയാണ്. കേസിൽ ഡ്രൈവർ യദു, കണ്ടക്ടർ സുബിൻ, സ്റ്റേഷൻ മാസ്റ്റർ ലാൽ സജീവ് എന്നിവരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മൂവരും നൽകിയ മൊഴി പോലീസ് വിശദമായി പരിശോധിച്ചു. KSRTC ഡ്രൈവർ തർക്കത്തിൽ KSRTC നടത്തുന്ന ആഭ്യന്തര അന്വേഷണം പുരോഗമിക്കുകയാണ്. റിപ്പോർട്ട് ഉടൻ ഗതാഗത മന്ത്രിക്ക് കൈമാറും. കേസിൽ മേയറും MLAയും ഉൾപ്പെടെ 5 പ്രതികളാണ് ഉള്ളത്. മേയർ ആര്യ രാജേന്ദ്രൻ, സച്ചിൻ ദേവ് MLA എന്നിവർക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് FIR-ലുള്ളത്. പാളയം പബ്ലിക് റോഡിൽ സീബ്ര ലൈനിൽ കാർ കുറുക്കിയിട്ട് KSRTC ഡ്രൈവറുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയതിനും മെമ്മറി കാർഡ് മോഷണത്തിനും മേയർ ആര്യ രാജേന്ദ്രൻ അടക്കമുള്ളവർക്കെതിരെ കേസെടുക്കാൻ കോടതി മെയ് 7-ന് ഉത്തരവിട്ടിരുന്നു. തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെയാണ് യദുവിന്റെ ഹർജി പരിഗണിച്ച് മേയർക്കെതിരെ കേസെടുക്കാൻ കന്റോൺമെന്റ് സർക്കിൾ ഇൻസ്പെക്ടറോട് ഉത്തരവിട്ടത്. പോലീസിൽ നിന്ന് ലഭിക്കാത്ത സാഹചര്യത്തിൽ ഡ്രൈവർ യദു സമർപ്പിച്ച സ്വകാര്യ അന്യായത്തിലാണ് മജിസ്ട്രേറ്റ് അഭിനിമോൾ രാജേന്ദ്രന്റെ ഉത്തരവ് നൽകിയത്. പോലീസ് തന്റെ പരാതിയിൽ കേസ് എടുക്കാത്തതിനാലാണ് KSRTC ബസ് തടഞ്ഞ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് MLAയുമായ സച്ചിൻ ദേവിനുമെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് യദു കോടതിയെ സമീപിച്ചത്. മേയറുടെ പരാതി ഡ്രൈവർക്കെതിരെ മാത്രമാണ് കേസെടുത്തത്. പോലീസ് മടിക്കുന്ന സാഹചര്യത്തിലാണ് ഡ്രൈവർ യദു മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കുന്നത്. ഇതിനിടെ ഡ്രൈവർ മേയറുടെ അശ്ലീല ആംഗ്യം കാണിച്ചിരുന്നത് കണ്ടില്ല എന്നാണ് ബസ് കണ്ടക്ടർ സുബിൻ പോലീസിൽ മൊഴി നൽകിയത്. പിൻസീറ്റിലായതിനാൽ ഒന്നും കണ്ടില്ലെന്നാണ് മൊഴി. മേയർ സഞ്ചരിച്ച വാഹനത്തെ ബസ് ഓവർടേക്ക് ചെയ്തിട്ടുണ്ടോ എന്നും വ്യക്തമല്ല എന്നാണ് കന്റോൺമെന്റ് പോലീസിന് നൽകിയ മൊഴി. അതേസമയം ഡ്രൈവർ യദു ബസ് ഓടിക്കുന്നതിനിടെ ലൈംഗിക ചേഷ്ട കാണിച്ചുവെന്ന മേയർ ആര്യ രാജേന്ദ്രന്റെ പരാതി അന്വേഷിക്കുന്നതിന്റെ ഭാഗമായി തർക്കത്തിലെ സംഭവങ്ങൾ കഴിഞ്ഞ ദിവസം പോലീസ് പുനരാവിഷ്കരിച്ചിരുന്നു. പട്ടം പ്ലാമൂട് മുതൽ PMG വരെയാണ് ബസ്സും കാറും ഓടിച്ച് പരിശോധിച്ചത്. മേയറുടെ പരാതി ശരിവെക്കുന്ന തെളിവുകൾ ലഭിച്ചുവെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. ഡ്രൈവർ മോശമായി ആംഗ്യം കാണിച്ചാൽ കാറിന്റെ പിൻസീറ്റിലിരിക്കുന്നയാൾക്ക് കാണാൻ കഴിയുമെന്നാണ് പോലീസ് കണ്ടെത്തൽ. സംഭവം നടന്ന അതേ സമയം തിരഞ്ഞെടുത്തായിരുന്നു പോലീസ് പരിശോധന. യദു അശ്ലീല ആംഗ്യം കാണിച്ചെന്നാണ് മേയറുടെ പരാതി. ആദ്യം കന്റോൺമെന്റ് പോലീസ് അന്വേഷിച്ച കേസ് നിലവിൽ മ്യൂസിയം പോലീസാണ് അന്വേഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.